PK ലേണിംഗ്സിന്റെ PYQ സീരീസിലേക്ക് സ്വാഗതം. ഞാൻ വീണ. കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2020 കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചത്. കൊറോണ ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ 2021 ഏകദേശം 89ഓളം ക്വസ്റ്റ്യൻസ് ആണ് കേരള PSC കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2021 കേരള ജോഗ്രഫിയുടെ എപ്പിസോഡ് 1 സ്വാഗതം. നമുക്ക് ക്ലാസ്സുകളിലേക്ക് കടക്കാം. കേരള ജോഗ്രഫി PYQ സീരീസ് 2021 എപ്പിസോഡ് 1. ആദ്യം നമ്മൾ ബേസിക് ഫാക്ട്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മഞ്ചേശ്വരം, ഓപ്ഷൻ ബി മടിക്കൈ, ഓപ്ഷൻ സി ചെമ്നാട്, ഓപ്ഷൻ ഡി മംഗൽപാടി. അപ്പം നമുക്കിതിൽ തന്നെ അല്ലേ പലതവണ നമ്മൾ എക്സാം എഴുതി പലതവണ ഇത് പഠിച്ചിട്ടുള്ളതാണ്, പലതവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ എ മഞ്ചേശ്വരമാണ് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇതൊരു 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഇത് മഞ്ചേശ്വരം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല, കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, താലൂക്ക്, നിയമസഭാ മണ്ഡലം എന്നിവയെല്ലാം എന്ത് തന്നെയാണ്? മഞ്ചേശ്വരനാണ്. അപ്പൊ ചെറിയ ആളല്ല മഞ്ചേശ്വരം. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത്, താലൂക്ക്, അതുപോലെ നിയമസഭാ മണ്ഡലവും ഏത് തന്നെയാണ്? മഞ്ചേശ്വരം. കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് കാസർഗോഡ് ജില്ലയാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരവുമാണ്. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തിന് ഇത്രയും പ്രത്യേകതയുണ്ട്. ഇനി വടക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം, നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് നമ്മൾ മഞ്ചേശ്വരം നോക്കി, പക്ഷേ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് അത് കാസർഗോഡ് തന്നെയാണ്. ഇനി തെക്കേ അറ്റത്ത്, അപ്പോൾ വടക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം നോക്കുവാണെങ്കിൽ തെക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം ചോദിക്കുവാണെങ്കിൽ അത് തിരുവനന്തപുരമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗ്രാമപഞ്ചായത്ത് അല്ലെ വടക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം നോക്കി, അപ്പോൾ തെക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണ്? അത് പാറശാലയാണ്. പഞ്ചായത്ത് പാറശാല, അങ്ങനെ തന്നെ പഠിച്ചു വെച്ചിരിക്കുക. പഞ്ചായത്ത് പാറശാല. തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം ഏതാണ്? വടക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരം നോക്കിയെങ്കിൽ തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം അത് നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലമാണ്. അപ്പോൾ തെക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരവും നിയമസഭാ മണ്ഡലം നെയ്യാറ്റിൻകരയുമാണ്. ഇനി തെക്കേ അറ്റത്തെ താലൂക്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് നെയ്യാറ്റിൻകരയാണ്. അപ്പൊ താലൂക്കും നിയമസഭാ മണ്ഡലവും, തെക്കേ അറ്റത്തെ താലൂക്കും നിയമസഭാ മണ്ഡലവും നെയ്യാറ്റിൻകര തന്നെയാണ്. പഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാറശാലയാണ്. അപ്പോൾ വടക്കേ അറ്റത്തെ പഞ്ചായത്ത്, താലൂക്ക്, നിയമസഭാ മണ്ഡലം ഇത് മൂന്നും ഏത് തന്നെയാണ്? മഞ്ചേശ്വരമാണ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം എന്നാണ്. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഏരിയയിൽ കേരളത്തിന്റെ വിസ്തീർണം എത്ര ശതമാനം വരും എന്നാണ്. ഓപ്ഷൻ എ 1.28, ഓപ്ഷൻ ബി 1.18, ഓപ്ഷൻ സി 2.18, ഓപ്ഷൻ ഡി 1.38. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 1.18. അതായത് ഓപ്ഷൻ ബി 1.18 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. 1.18, 1.18. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൽ 1 വളരെ ചെറിയൊരു സംസ്ഥാനം 1.18%, 1.18% കേരളം വരുന്നത്. ഇനി ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണെങ്കിലോ, ജനസംഖ്യ ഏരിയയും കാട്ടി ഒരു അല്പം അതിൽ നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാം. അത് ഏകദേശം എന്ന് പറയുന്നത് 2.76, 2.76% കേരളത്തിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ജനസംഖ്യയുടെ എത്ര പെർസെന്റേജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നത് 2.76% ആണ് വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്നാണ്. കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കേരളം എന്ന സംസ്ഥാനത്തിന്റെ ചുറ്റുമുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അല്ലെ, നമ്മൾ ബൗണ്ടറി ഷെയർ ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി വെച്ചിരിക്കുക. ഓപ്ഷൻ എ എന്ന് പറയുന്നത് കർണാടകയാണ്. ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി തെലങ്കാന. അപ്പോൾ വടക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം നോർത്ത് ആണ്. ഓപ്ഷൻ എ കർണാടകയാണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ കർണാടകയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വടക്ക്, കിഴക്ക്, അതുപോലെ തന്നെ തെക്ക് ഒക്കെ ഏതൊക്കെ വരും, ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് നമ്മൾ അതിർത്തി പങ്കുവയ്ക്കുന്നത് കേരളവുമായിട്ടെന്നുള്ളത് നോക്കാൻ. ഓപ്ഷൻ എ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പോൾ വടക്കായിട്ട് വരുന്നത് കർണാടകയാണ്. കേരളത്തിന്റെ വടക്കായിട്ട് വരുന്നത് കർണാടക എന്ന സംസ്ഥാനം, കിഴക്കായിട്ട് വരുന്നത് തമിഴ്നാടാണ്.
തമിഴ്നാടാണ്, തെക്കായിട്ട് വരുന്നത് തമിഴ്നാടാണ്. അതായത് കിഴക്ക് ലൈക്ക് തമിഴ്നാട് എന്ന് പറഞ്ഞാൽ വലിയൊരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ കിഴക്കും അതുപോലെ തന്നെ തെക്കായിട്ട് വരുന്നതും ഏത് തന്നെയാണ്? തമിഴ്നാട്. കന്യാകുമാരി ജില്ലയുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിർത്തി പങ്കുവെക്കുന്നുണ്ട് തെക്ക്. ഇനി പടിഞ്ഞാറ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ സംസ്ഥാനങ്ങളില്ല, നമുക്ക് എന്താണുള്ളത്? അറബിക്കടലാണ് ഉള്ളത് അല്ലെ. അറബിക്കടലാണ് നമുക്ക് പടിഞ്ഞാറ്, അതായത് വെസ്റ്റേൺ ഏരിയയിൽ നമ്മുടെ അറബിക്കടലുമായിട്ടാണ് നമ്മൾ അതിർത്തി പങ്കുവെക്കുന്നത്. അവിടെ സംസ്ഥാനങ്ങളില്ല. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിന്റെ ജില്ലകൾ ഏതെന്ന് നോക്കാം. കർണാടകയുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്ന ജില്ലകൾ എന്ന് പറയുന്നത് കാസർഗോഡ് ഉണ്ടല്ലേ, നോർത്തേൺ മോസ്റ്റ് ആയിട്ടുള്ള കാസർഗോഡ് ജില്ലയുണ്ട്, അതുപോലെ തന്നെ കണ്ണൂരുണ്ട്, അതുപോലെ തന്നെ വയനാടുണ്ട്. അങ്ങനെ 3 ജില്ലകളാണ് കർണാടകയുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്നത്. അപ്പൊ കേരളത്തിന്റെ തെക്ക്, അതുപോലെ തന്നെ കേരളത്തിന്റെ വടക്ക്, കേരളത്തിന്റെ കിഴക്ക്, അതുപോലെ പടിഞ്ഞാറ് എന്നീ സ്ഥലങ്ങളുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്ന സംസ്ഥാനങ്ങൾ നമ്മൾ നോക്കി. വടക്കാണെങ്കിൽ കർണാടക, കിഴക്കാണെങ്കിൽ തമിഴ്നാട്, തെക്കാണെങ്കിൽ തമിഴ്നാട്ടിലെ തന്നെ കന്യാകുമാരി ജില്ല പറയുന്നുണ്ട്. അതുപോലെ പടിഞ്ഞാറാണെങ്കിൽ അത് അറബിക്കടലാണ്. അവിടെ സംസ്ഥാനങ്ങളല്ല, അറബിക്കടലുമായിട്ടാണ് നമ്മൾ അതിർത്തി പങ്കുവെക്കുന്നത്. ഇനി കേരളത്തിലുള്ള ജില്ലകൾ 3 ജില്ലകളാണ് കർണാടക എന്ന സംസ്ഥാനവുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിനു മുന്നേ നമുക്ക് ആ ഒരു കേരളത്തിന്റെ ഒരു ഇത് നോക്കാം അല്ലെ. കാസർഗോഡ്, കണ്ണൂര്, വയനാട്, കോഴിക്കോട്, മലപ്പുറം ഈ ഇത്രയും സംസ്ഥാനങ്ങളുണ്ട്. തമിഴ്നാട് ഇതാ ഇവിടെ കിടക്കുവാണ് കണ്ടോ. തമിഴ്നാട് ഇതാ ഇത്രയും പോർഷനാണ് വരുന്നത്, ഇത്രയും പോർഷനാണ് കർണാടക വരുന്നത്. അപ്പൊ നമ്മുടെ നോർത്ത് പോർഷൻ, അതായത് നോർത്ത് ആണെങ്കിൽ എങ്ങനെയാണ്? വടക്ക് കർണാടകയുമായിട്ടാണ് അല്ലെ. കാസർഗോഡ്, കണ്ണൂരും വയനാടും കർണാടകയായിട്ട് അതിർത്തി പങ്കുവെക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത തമിഴ്നാട് എന്ന് പറയുന്നത് നമ്മുടെ ഇത്രയും കിടക്കുക. അപ്പോൾ എന്തായാലും തെക്ക് ഭാഗത്തായിട്ടും നമ്മൾ ആരുമായിട്ടാണ് അതിർത്തി പങ്കുവെക്കുന്നത്? തമിഴ്നാടുമായിട്ടാണ് അതിർത്തി പങ്കുവെക്കുന്നത്. ഇത് നമ്മുടെ ഏതാണ് നമ്മുടെ അറബിക്കടലാണ് അല്ലെ. അറബിക്കടൽ, അറേബ്യൻ സീ ആണ് ഇത് വരുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ വെസ്റ്റേൺ അതിർത്തി എന്ന് പറയുന്നത്. അപ്പൊ ഈസ്റ്റേൺ അതിർത്തി, വെസ്റ്റേൺ അതിർത്തി എന്നിവ നമ്മൾ നോക്കി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിന്റെ ആകെ താലൂക്കുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ സമയത്ത് എനിക്ക് തോന്നുന്നു 77 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ആൻസർ അവർ കൊടുത്തിരിക്കുന്നത് ഡി ആണ്. ഓപ്ഷൻ എ 72, ഓപ്ഷൻ ബി 75, ഓപ്ഷൻ സി 78, ഓപ്ഷൻ ഡി 77. അതിൽ അവർ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. പക്ഷെ നിലവിൽ നമുക്ക് ഏറ്റവും ഒടുവിലായിട്ട് 78 എണ്ണമാണുള്ളത്, 78 താലൂക്കുകളാണ് ഉള്ളത്. മുൻപ് കേരളത്തിൽ 77 താലൂക്കുകളാണ് ഉണ്ടായിരുന്നത്. എത്ര താലൂക്കുകളാണ്? 77 താലൂക്കുകളാണ്. ഏറ്റവും ഒടുവിലായി 78ാമത്തത് രൂപീകരിക്കപ്പെട്ട താലൂക്ക് എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി, അതായത് അവസാനം അഗളിയായിട്ട് വരുന്ന അട്ടപ്പാടി എന്ന് പറയുന്ന ഒരു താലൂക്ക് കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 78 എണ്ണം. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് 78 ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും അവർ ഓപ്ഷൻ ഡി ആണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും നിലവിൽ എത്രയുണ്ട്? 78 എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. 78 താലൂക്കുകളാണ് കേരളത്തിന് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എത്രയെന്നുള്ളതാണ്. തെക്ക് വടക്ക്, നോർത്ത് വെസ്റ്റ്, തെക്ക് വടക്ക്, നോർത്ത് വെസ്റ്റ്, തെക്ക് സൗത്ത് വെസ്റ്റ്, അല്ലെങ്കിൽ സോറി നോർത്ത് സൗത്ത് അല്ലെങ്കിൽ സൗത്ത് നോർത്ത്, ഈ ഇങ്ങനെയുള്ള നീളം എത്രയെന്നുള്ളത്. തെക്ക് വടക്ക് നീളം എത്രയാണ്? ഓപ്ഷൻ എ 720 കിലോമീറ്റർ, ഓപ്ഷൻ ബി 690 കിലോമീറ്റർ, ഓപ്ഷൻ സി 560 കിലോമീറ്റർ, ഓപ്ഷൻ ഡി 580 കിലോമീറ്റർ. ഇത് 2021 ഒരു കോമൺ പ്രിലിമിനറി, അതായത് ഒരു 10th ലെവൽ SSLC ലെവലിലുള്ള ഒരു കോമൺ പ്രിലിമിനറിയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻസ് എല്ലാം നമ്മൾ നോക്കി. ആൻസർ എന്ന് പറയുന്നത് സി ആണ്. 560 കിലോമീറ്റർ ആണ് വരുന്നത്. 560 കിലോമീറ്റർ ആണ് വരുന്നത്. കേരളത്തിൽ തെക്കേ അറ്റത്ത് നിന്നും വടക്കേ അറ്റം വരെയുള്ള ആകെ ദൂരം എന്ന് പറയുന്നത് 560 കിലോമീറ്റർ ആണ് വരുന്നത്. 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതെന്നുള്ള. അപ്പൊ നമ്മൾ നേരത്തെ എത്ര താലൂക്ക് ഉണ്ടെന്ന് നോക്കി. ഇനി നോക്കുന്നത് ഏറ്റവും വലിയ താലൂക്കാണ് നോക്കുന്നത്. ഓപ്ഷൻ എ കുന്നത്തൂർ, ഓപ്ഷൻ ബി മല്ലപ്പള്ളി, ഓപ്ഷൻ സി ഏറനാട്, ഓപ്ഷൻ ഡി പീരുമേടാണ് വരുന്നത്. ഓപ്ഷൻ സി ഏറനാടാണ് ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ വലിയ താലൂക്ക് എന്ന് പറയുന്നത് ഏറനാടാണ്. ഇത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഏറനാട് താലൂക്കാണ് വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ താലൂക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറുതും കൂടി നമുക്ക് നോക്കണ്ടേ. ഏറ്റവും ചെറിയ താലൂക്ക് എന്ന് പറയുന്നത് കുന്നത്തൂർ താലൂക്കാണ് കേട്ടോ. ഏറ്റവും ചെറിയ താലൂക്ക് എന്ന് പറയുന്നത് കുന്നത്തൂർ. അപ്പോൾ ഏറനാടും കുന്നത്തൂറും താലൂക്കിൽ ഏറ്റവും വലുത് ചെറുത് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് എത്ര സ്ക്വയർ കിലോമീറ്റർ എന്നുള്ളതാണ്. എത്ര സ്ക്വയർ കിലോമീറ്റർ എന്നുള്ളതാണ്. അതിൽ ഓപ്ഷൻ എ 38,863 ഉണ്ട്, 32,383 ഉണ്ട്. ഇത് ശരിക്കും നമ്മൾ കറക്റ്റ് പഠിച്ചു വെച്ചാൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, ഇതിൽ ആൻസർ കിട്ടത്തുള്ളൂ അല്ലെ. അല്ലാതെ നമ്മൾ കാണാതെ പഠിക്കാതെ ഇത് പോയി കഴിഞ്ഞാൽ ഇവർ കണ്ടോ ഡിജിറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളരെ കൺഫ്യൂസിങ് ഡിജിറ്റുകളായിട്ടാണ് ഇട്ടിരിക്കുന്നത്. 32,383, 36,883,
30,863, 30,368. ഇങ്ങനെ ഓപ്ഷൻസ് എല്ലാം വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. 38,863 ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിന്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 38,863 സ്ക്വയർ കിലോമീറ്റർ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ 560 എന്ന് പറയുന്നത് എന്തായിരുന്നു? നോർത്ത് സൗത്ത് ഡിസ്റ്റൻസ് ആയിരുന്നു. ഇത് കേരളത്തിന്റെ ഏരിയ ആണല്ലേ. അതിനു മുന്നേ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു കേരളം ഇന്ത്യയുടെ എത്ര പെർസെന്റേജ് ആണ് വരുന്നത് എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലും എത്ര പെർസെന്റേജ് വരുന്നത് നോക്കി. ഇതെന്ന് പറയുന്നത് കേരളത്തിന്റെ മൊത്തത്തിലുള്ള വിസ്തീർണം എത്രയാണ്, ഏരിയ എത്രയാണ്? 38,863 സ്ക്വയർ കിലോമീറ്റർ ആണ് വരുന്നത്. ഇനി ഇതിൽ തന്നെ നമുക്ക് വടക്കേ അക്ഷാംശവും കിഴക്കേ അക്ഷാംശം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. 8 ഡിഗ്രി 17 സെക്കൻഡ് 30 അങ്ങനെ ആ ഒരു രീതിയിൽ നോക്കി നോക്കി. 8, 17, 30, 12, 47, 40. 8ഉം 12ഉം കറക്റ്റ് നോക്കി വെച്ചിരിക്കുക. 8ഉം 12ഉം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ നോക്കിക്കേ 8, 12. പിന്നെ വരുന്നത് 17, 7 വരുന്ന 17ഉം 47, പിന്നെ 30, 40, ഒരു 10ന്റെ ഇത് വരുന്നത്. അപ്പൊ ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ കുറെ കൂടി എളുപ്പമാവും. അപ്പൊ ഇതിൽ അക്ഷാംശം എന്ന് പറയുന്നത്, ഇതിൽ ലാറ്റിറ്റ്യൂഡ് അവർ പറയുന്നത് 8, 12, 17, 47, 30, 40. ഇത് നമുക്ക് അത്രയും ഓർമ്മ കിട്ടും. ഇനി അടുത്തത് രേഖാംശം, അതായത് ലോഞ്ചിറ്റ്യൂഡ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ലോഞ്ചിറ്റ്യൂഡ് വരുന്നത് 74, 77 കേട്ടോ. 51, 24, 57, 47, 57, 40. ഈ അവസാനം വരുന്ന ഇതിലാണെങ്കിൽ 10ന്റെ ഡിഫറൻസ് ആണ് വരുന്നത്. 30ഉം 40ഉം 57ഉം 47. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇതിൽ പിന്നെ നടുക്കൊരു കണക്ഷൻ വരുന്നത് 17ഉം 47ഉം എന്നൊരു കണക്ഷനും കൂടി നമുക്ക് ഇത് പിന്നെ 74, 77 എന്നുള്ളതും കൂടി പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ രേഖാംശം അതുപോലെ തന്നെ അക്ഷാംശം ഇതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക. ചില എക്സാമുകൾക്ക് ഇവർ സ്റ്റേറ്റ്മെന്റിൽ ഇതുമാതിരി ഇത് തന്നെയാണോ ലാറ്റിറ്റ്യൂഡും ഇത് തന്നെയാണോ ലോഞ്ചിറ്റ്യൂഡും അല്ലെ അക്ഷാംശം കേരളത്തിന്റെ അക്ഷാംശം കേരളത്തിന്റെ രേഖാംശം എന്ന ലെവലിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നോക്കി വെച്ചിരിക്കുക. 38,863 എന്ന ഫിഗറും മറന്നു പോകരുത്. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കോർപ്പറേഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പഞ്ചായത്തും നിയമസഭാ മണ്ഡലവും ലോക്സഭാ മണ്ഡലവും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. പഞ്ചായത്ത്, ലോക്സഭ, നിയമസഭാ മണ്ഡലങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പിന്നെ ഒരു ഇതാണ് നമ്മുടെ വടക്കേ അറ്റത്തെ ഗ്രാമം എന്ന് പറയുന്നത് തലപ്പാടിയാണ്. തെക്കേ അറ്റത്താണെങ്കിൽ കളിയിക്കാവിളയാണ്. അപ്പൊ തല എന്നൊക്കെ പറയുമ്പോൾ നോർത്ത് അല്ലെങ്കിൽ നല്ല മുകളിലിരിക്കുന്നതാണെന്നുള്ളത് തലപ്പാടി, കളിയിക്കാവിള. അതൊന്ന് നോക്കി വെച്ചിരിക്കുക. അപ്പൊ അതും ഇങ്ങനെ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ചോദിച്ചിരിക്കുന്നത് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് 6 കോർപ്പറേഷൻ ആണ് ഉള്ളത്. അതിൽ ഏറ്റവും വടക്കേ അറ്റത്ത് വരുന്നതെന്ന് പറയുമ്പോൾ കാസർഗോഡ് ഒരു കോർപ്പറേഷൻ അല്ല അല്ലെ. പിന്നെ കോഴിക്കോട്, മഞ്ചേശ്വരം, കണ്ണൂർ. ഇതിൽ കണ്ണൂരാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് കോർപ്പറേഷൻ, കേരളത്തിന്റെ 6 മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഏതാണെന്നുള്ളത് നോക്കാം. അപ്പൊ 6 എണ്ണമാണുള്ളത്. കൃത്യമായി നോക്കി വെക്കുക. ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു കണ്ണൂർ. ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് അല്ലെ. തിരുവനന്തപുരമാണ്. അപ്പൊ കണ്ണൂര്, കോഴിക്കോട്, തൃശ്ശൂർ, കൊച്ചി, കൊല്ലം, തിരുവനന്തപുരം ഇത്രയുമാണ് നമുക്കുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ. ഒന്നുകൂടി പറയാം. കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ, കൊച്ചി, കൊല്ലം, തിരുവനന്തപുരം. ഈ 6 മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ് നമുക്ക് കേരളത്തിലുള്ളത്. അതിൽ വടക്കേ അറ്റത്തെന്ന് പറയുന്നത് കണ്ണൂരും തെക്കേ അറ്റത്തുള്ളതെന്ന് പറയുന്നത് തിരുവനന്തപുരവുമാണ്. ഇനി നമുക്ക് അതിൽ നോക്കാനുള്ളത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവിടെ ഒരു റിലേഷൻ ആണ്. അതായത് കുറച്ച് പേരിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് മേൽ പറയുന്നതിൽ കേരളത്തിനുമായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സീരീസ്, ഒരു ശ്രേണി ഏതെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ആന, വേഴാമ്പൽ, കണിക്കൊന്ന, തെങ്ങ്. എവിടെയോ നമ്മൾ കേട്ട പോലെ ഇല്ലേ? കടുവ, മയിൽ, കണിക്കൊന്ന, അരയാല്. ഇതിൽ തന്നെ കടുവ, മയിലും അരയാലും എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്യാം അല്ലെ. കടുവയും മയിലും ഒക്കെ നമ്മുടെ ടൈഗറും പീക്കോക്കും ഒക്കെ നമ്മുടെ കേരളമായിട്ടല്ല ഇന്ത്യയായിട്ടാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ആന, മയിൽ, അശോകം, ചന്ദനം. അതിൽ തന്നെ നമുക്ക് എന്താ പറയാ മയിലും ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ആന, വേഴാമ്പൽ, നീലക്കുറിഞ്ഞി, തെങ്ങ്. നമുക്ക് നീലക്കുറിഞ്ഞിയല്ല, നമ്മൾ കണിക്കുന്നില്ലേ 12 വർഷത്തിൽ പൂക്കുന്ന, അതിനെ ഇനിയിപ്പോൾ നമ്മുടെ ഇതായിട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മുടെ ആ ഒരു വിഷു പുലരിയുടെ അല്ലെ ആ വിഷുവിന്റെ ഇത് വരുന്ന കണിക്കൊന്നയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ആ ഒരു ഫ്ലവർ എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, അതായത് 1ാമത്തെ ശ്രേണി. ആനയുണ്ട് അല്ലെ സംസ്ഥാനത്തിന്റെ മൃഗം, വേഴാമ്പലുണ്ട് സംസ്ഥാനത്തിന്റെ പക്ഷി, കണിക്കൊന്ന നമ്മുടെ പുഷ്പമായിട്ട് എടുത്തിട്ടുള്ളത്, തെങ്ങ് നമ്മുടെ വൃക്ഷമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമുക്ക് നോക്കാം. ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് നോക്കാം. ആന എന്ന് പറയുന്നത് കേരളത്തിന്റെ ഔദ്യോഗിക മൃഗമാണ്. വേഴാമ്പൽ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ്. കണിക്കൊന്ന എന്ന് പറയുന്നത് കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണ്. തെങ്ങ് എന്ന് പറയുന്നത് കേരളത്തിന്റെ ഔദ്യോഗിക
അല്ലെങ്കിൽ വൃക്ഷമാണ്. അപ്പൊ ഈ ഒരു കണക്ഷൻ നമുക്ക് കിട്ടാൻ, അതായത് കേരളത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള മൃഗം, അതുപോലെ തന്നെ പുഷ്പം ഏതാണ്, പിന്നെ വൃക്ഷം ഏതാണ് എന്നുള്ള ലെവലിൽ ഒരു ശ്രേണിയാണ് കൊടുത്തത്, അത് ഐഡന്റിഫൈ. അപ്പൊ ഇതെല്ലാം ഇതാണ് എന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിന്റെ അവസാനത്തെ 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. താഴെ പറയുന്നതിൽ കേരളത്തിന്റെ ശരിയായ അതിരുകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുക, അറബിക്കടൽ, പശ്ചിമഘട്ടം, പൂർവഘട്ടം, കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഇന്ത്യൻ മഹാസമുദ്രം, കർണാടക, തമിഴ്നാട്, അറബിക്കടൽ. ഇതൊക്കെയാണ് അതിരുകൾ ചോദിച്ചിരിക്കുന്നത്. ഒരു ഫീൽഡ് വർക്കർ, ഹെൽത്ത് സർവീസിലെ ഫീൽഡ് വർക്കർ എന്ന് പറയുന്ന ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിരുകൾ, അതായത് ബൗണ്ടറി കറക്റ്റ് അറിയുക എന്നുള്ളതാണ്. അതായത് കേരളത്തിൽ എന്തായാലും പൂർവ്വഘട്ടം എന്ന് പറയുന്നത് ഇത് വരുന്നില്ല, മഹാരാഷ്ട്ര നമുക്ക് വരുന്നില്ല. പിന്നെ നമുക്കുള്ളതാണ് ഇന്ത്യൻ മഹാസമുദ്രവും കർണാടകയും തമിഴ്നാടും. അതില്ല, നമ്മൾ നേരത്തെ അതിര് നോക്കിയിട്ടുണ്ടായിരുന്നു. അറബിക്കടൽ, തമിഴ്നാട്, കർണാടക നമ്മുടെ അതിര് വരുന്നതല്ലേ. ഓപ്ഷൻ ഡി 4ാമത്തേത് നമുക്ക് കറക്റ്റ് എന്ന് പറയാൻ പറ്റുന്നില്ല. അതിൽ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എളുപ്പമാണ്, ബാക്കി നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും പറ്റും അല്ലെ. ഇന്ത്യൻ മഹാസമുദ്രം അതിൽ നമ്മൾ വരുന്നില്ല, നമുക്ക് വരുന്നത് അറബിക്കടലാണ്. മഹാരാഷ്ട്ര നമ്മൾ അതിർത്തി പങ്കുവയ്ക്കുന്നില്ല, കാര്യം കർണാടക തന്നെ എത്തുമ്പോൾ നമ്മുടെ നോർത്ത് പറയുന്നുണ്ട്, തമിഴ്നാട് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അതിരുകൾ താഴെ പറയുന്നു. നോക്കൂ, വടക്ക് കർണാടക, കിഴക്ക് തമിഴ്നാട്, പടിഞ്ഞാറ് അറബിക്കടൽ. നമ്മൾ ഇതിന് മുന്നേ ഉള്ള ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ പാടില്ലായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എപ്പോഴും അല്ലെ കേരള PSC പഠിക്കുമ്പോൾ നമ്മൾ ആദ്യാക്ഷരം കുറിക്കേണ്ട കേരളത്തിന്റെ ബേസിക് ഫാക്റ്റുകൾ, അതാണ് നമ്മളിവിടെ നോക്കിയിരിക്കുന്നത്. കേരളത്തിന്റെ ഏരിയ എത്രയാണ്, ഇന്ത്യയിൽ ഇത് എത്ര ശതമാനം വരുന്നുണ്ട്, പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ എത്ര വരുന്നുണ്ട്, അതിരുകൾ ഏതാണ്, കേരളത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള പുഷ്പവും അല്ലെങ്കിൽ വൃക്ഷവും അതുപോലെ മൃഗം, ഇതൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് അടുത്ത സെറ്റും 2021 ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം.